നമുക്കിന്ന് പുതിയ സ്റ്റെപ്പ് പഠിക്കാം. കഴിഞ്ഞ ആഴ്ചയിലെ ബാക്കി സ്റ്റെപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് സ്റ്റെപ്പ് പറഞ്ഞുതരാം. നമ്മുടെ ശരി, സ്റ്റെപ്പ് പറഞ്ഞുതരാം. സിമ്പിൾ സ്റ്റെപ്പാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്നുമില്ല സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. ഇതാണ് വലത് കാലാണ്. 1 2 കൺട്രസ്റ്റ് ചവിട്ടി 3 4. ഇത് തന്നെ നമുക്ക് ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ബാക്കിലോട്ടാണ് ചെയ്യണമെങ്കിൽ 1 2 ഒരു ചവിട്ടി 3 4. മനസ്സിലായോ? 1 2 3 4. പിന്നെ നമ്മുടെ ഇടത് കാലാണ് 5 6 തിരിച്ച് 7 8. മനസ്സിലായോ? ഒന്നുകൂടെ കാണിച്ചു തരാം. വലത് കാലിൽ ചവിട്ടി 1 2 3 4. പിന്നെ ഇടത് കാല് 5 6 7 8. ഒന്നുകൂടെ കാണിച്ചു തരാം. 1 2 3 4 5 6 7 8. ഈസി അല്ലേ? ഇത്രയും ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ. ചെയ്തോളൂ. 1 2 3 4 5 6 7 8. നമ്മുടെ 1 2 3 4 5 6 7 8. നമ്മളൊന്ന് ചെറുതായിട്ട്, അധികം ഇങ്ങനെയാണെന്നില്ല. 1 ചെയ്യുമ്പോൾ 1 2 കേട്ടോ, ചെറുതായിട്ട്, അധികം ഇത്രയും വേണ്ട. 1 2 3 കണ്ടോ, 3 ഇച്ചിരി 3 4. അപ്പൊ ആ 3 വെക്കുമ്പോൾ കുറച്ചൊന്ന് 3 4 കണ്ടോ. അപ്പൊ 1 2 3 4 പറയുമ്പോൾ കുറച്ച് നമ്മളിങ്ങനെ 1 2 3 4 1 2 3 4. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കാം. 1 2 പുറകോട്ടാണ്. അത് 3 4. 1 2 മുന്നോട്ട് 3. ആദ്യം നമ്മൾ വലത് കാലം ചവിട്ടുന്നു, പിന്നെ നമ്മൾ ഇടത് കാലാണ് ചവിട്ടേണ്ടത്. ഒന്നുകൂടി ചെയ്യാം. 1 2 3 4. വലതിന് ഇടത് 1 2 മുന്നോട്ട് 3 4. നമുക്ക് ഓരോരുത്തരും കട്ട് ചെയ്ത് നോക്കാം. അപ്പൊ സംശയം തീരും. ചെയ്തോളൂ. കാല് കാണണം. 1 2 3 4 5 7 8. ഒന്നുകൂടെ. 1 2 3 4 5 6 7 8. എന്താ മനസ്സിലായോ? അതാണ്. അപ്പൊ നമ്മളെപ്പോഴും 2 സ്റ്റെപ്പ് ഒരു കാലാണ്. അടുത്ത കാലെത്താം. മനസ്സിലായില്ലേ? അപ്പൊ സംശയമില്ലേ? വലത് കാല് 1 2 3 4. നേരെ പുറകിലോട്ടാണ് പോകണ്ടേ. നമ്മള് 1 2 നേരെ പുറകിലോട്ട് പോകണം. കുറച്ച് കയറി നിന്നോളൂ. അപ്പൊ ചെയ്തോളൂ. 1 3 4 5 7 8. കുറച്ചുകൂടെ പുറകിലോട്ട് പോകാട്ടോ. 1 2 3 4 5 7 8. ശരി, കറക്റ്റാണ്. 1 2 3 4 5 6 7 8. അത്രയും തന്നെ മാത്രമേ കാണുള്ളൂ. കാണില്ല. ഒന്നുകൂടെ ചെയ്യാം. കുറച്ച് മുന്നോട്ട് വന്നിട്ട് പുറകോട്ട് പോകണം. ചെയ്തോളൂ. വലത് കാല് 1 2 3 4 5 6 7. അല്ല, 5 6 7 8. ഇടത് കാലല്ലേ? 5 6 നമ്മള് അല്ല, ഇടത് കാല് 5 6 7 ഇടത് കാലം ചെയ്തു. അങ്ങനെ 2 ഒരു കാര്യം. ഒന്നുകൂടെ ഇവിടുന്ന് പോകണം. കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നിട്ട് വലത് കാലാണ്. 1 2 3 4 ഇടത് 5 6 7 8. കറക്റ്റ്. ഒന്നുകൂടെ 1 2 3 4 5 7. ഏത് കാലം വയ്ക്കും? 7 ഈ കാലല്ലേ വയ്ക്കണ്ടേ? 3 ഒരേ കാര്യമുണ്ട്. ഒന്നുകൂടെ കുഴപ്പമില്ല. ഇവിടെ നോട്ടെ. ചെയ്തോളൂ. 1 2 3 4 5 6 7 8. പ്രാവശ്യം കൂടെ 1 2 3 4 5 6 7 8. ഈ സംശയമില്ലല്ലോ. ഇത് സംശയം ചെയ്യാം. മനസ്സിലായല്ലോ? ഒട്ടും സംശയമില്ല അല്ലേ? അപ്പൊ നമുക്ക് നന്നായിട്ട് മനസ്സിലായി. ഒരു പ്രാവശ്യം ചേർന്ന് ചെയ്താലോ?
ചെയ്യാം. ഓക്കെ, റൗണ്ടായിട്ട് നിൽക്കാം. നമ്മൾ എങ്ങനെയല്ലേ നിൽക്കേണ്ടത്? റൗണ്ടായിട്ട് നിൽക്കാം. റെഡി? ചെയ്തോളൂ. പറഞ്ഞു തരാം. നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പാണ് അതും. ഇപ്പൊ പഠിച്ചത് സിമ്പിളല്ലേ, ഒന്നുമില്ല അതിൽ ചെയ്യാനായിട്ട്. അതും അതുപോലെ തന്നെയാണ്. ഇടത് കാലാണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ വലത് കാലം ആദ്യം എടുത്തുകൊണ്ടിരുന്നു. ഇനി ഇടത് കാലാണ്. കാല് കാണാലോ. 1 2 3 4 5 6 7 അല്ലേ? ഇതാണ് സ്റ്റെപ്പ്. പക്ഷെ നമ്മൾ ആദ്യം ഭയങ്കര സ്ലോയിൽ എടുക്കും. ഇത് ചെയ്യുമ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് എടുക്കും. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? 1 2 3 4 5 6 7 8 1 2 3 4 5 6 7. അപ്പൊ നമ്മൾ ഇതിന്റെ ഇരട്ടി ചെയ്യും. നമ്മൾ രണ്ടെണ്ണം ചെയ്തെങ്കിൽ സ്പീഡുള്ള 4 ചെയ്യണം. നോക്കാം, ചെയ്തു നോക്കാം. ഇടത് കാലാണ്. 1 2 3 ഫാസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സ്ലോ ആക്കി തന്നാണ്. കുഴപ്പമില്ല, ഫാസ്റ്റ് ആക്കി ചെയ്യാലോ അല്ലേ? ചെയ്തു 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. നന്നായിട്ട് മനസ്സിലായി. എന്നാലും ഓരോരുത്തരോട് ചെയ്യും. നോക്കാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. മനസ്സിലായല്ലോ? 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. നന്നായിട്ട് മനസ്സിലായി. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. എല്ലാവരും നന്നായിട്ട് മനസ്സിലായി അല്ലേ? നമുക്ക് ഇത് ചേർത്ത് ചെയ്യാം. അല്ലേ? ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഈ രണ്ട് ആദ്യം പഠിച്ചതും ഇപ്പൊ പഠിച്ചോണ്ട് ചേർത്ത് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഏത് കാല? വലത് കാലം പിടിക്കുക. ശരി, വലത് കാലം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. നമുക്ക് ഫാസ്റ്റ് ആണ് എടുക്കുന്നത്. ഇടത് കാലം. 1 2 3 4 5 6 കാണാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. നന്നായിട്ട് മനസ്സിലായില്ലേ? ശരി, കാലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇടത് കാലം വലത് കാലം എങ്ങനെ ചെയ്തു അത് തന്നെ ഇടത് കാലം ചെയ്യും. പക്ഷെ വലത് കാലം നമ്മൾ ആദ്യം പുറകോട്ട് പോയി തുടക്കത്തിൽ അല്ലേ? ഇടത് കാലം നമ്മൾ തുടക്കത്തിൽ മുന്നോട്ടാണ് വരുന്നത്. അത്ര വ്യത്യാസമുള്ളൂ. പിന്നെ നമ്മൾ ആദ്യം ഇടത്തോട്ട് പോയി പകരം വലത്തോട്ട് പോകും. അത്രയേ ഉള്ളൂ. നോക്കാം നമുക്ക്. ശരി, ഇടത് കാലാണ് എടുക്കുന്നത്. റെഡി? 1 2 മുന്നോട്ട് 3 4 5 7 8 1 2 3 4 5 6 7 8. ഇനി ഇതിന്റെ ഫാസ്റ്റ് ആണ് നമ്മൾ അങ്ങോട്ട് ചെയ്യും. വലത്തോട്ട് ചെയ്യും. ചെയ്തോളൂ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് മനസ്സിലായി. സംശയമൊന്നുമില്ലല്ലോ. ശരി, ആദ്യം ചെയ്തതിന്റെ കൈ എടുക്കാം. സ്റ്റെപ്സ് നന്നായിട്ട് ഉറച്ചു നന്നായില്ലേ? കൈ എടുക്കാം. ഇതാണ് കൈ. ഒന്ന് മലർത്തി ഒന്ന് കമഴ്ത്തിയാണ്. അപ്പൊ നമ്മൾ വലത് കാലാണ് ആദ്യം ചവിട്ടുന്നത്. 1 2 3 4 അവിടെ കൈ നിന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. 5 6 7 അവിടെ കൈ തിരിച്ചു. അപ്പൊ 1 2 3 4 5 6 7 8. ഇത്രയേ ഉള്ളൂ. ചെയ്ത് നോക്കാം. ചെയ്തു. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഇതാണ് സ്റ്റെപ്പ്. തെറ്റിയോ? ഒന്നുകൂടി ചെയ്യും. കുഴപ്പമില്ല. ഒന്നുമില്ല. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. നന്നായിട്ട് മനസ്സിലായല്ലോ. ഇടത്ത് വശത്തോട്ടുള്ള ചെയ്യാൻ പോണ്.
കൈ നമുക്ക് ഇങ്ങനെ എടുക്കാം. നമ്മൾ ആദ്യം ഇങ്ങനെ എടുക്കാം, അപ്പം ഇങ്ങനെ എടുക്കാം. അപ്പം ഇടത്തെ സ്റ്റെപ്പിൽ വരുമ്പോൾ 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 സ്റ്റെപ്പ് അറിയാലോ. കൈ മാത്രം ഇത്രയേ ഉള്ളൂ. ചെയ്ത് നോക്കാം നമുക്ക്. റെഡി, ചെയ്തോളൂ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 ഇത്രയുണ്ട് സ്റ്റെപ്പ്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന മോഹിനിയാട്ടത്തിനാണ് നിൽക്കുന്നത്. അത് വേണ്ട, നമുക്ക് കുറച്ച് ചെറുതായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വടി പോലെ നിൽക്കുന്നത് കുറച്ച് താഴെ നിൽക്കും. പിന്നെ കൂന്നുന്നത് ഇത്രയും കൂനേണ്ട കേട്ടോ. കുറച്ച് വല്ലാതെ കൂന്നുന്നുണ്ട്, അത്രയും കൂനേണ്ട. നേരെ നിന്നാൽ മതി. നേരെ എന്ന് വെച്ചാൽ ഇങ്ങനെയല്ല. അത്രയും വേണ്ട, അത്രയും വേണ്ട, അത്രയും ചെറുതായിട്ടുണ്ട്. ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ ചെറുതായിട്ടുണ്ട്. അത് മതി. ഓക്കെ, സംശയമില്ല എല്ലാവർക്കും. നമുക്ക് ചെയ്ത് നോക്കാമെന്ന് കൂടെ ചെയ്തോളൂ. ഇടത്തോട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. റെഡി. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 ചേർത്ത് ഇപ്പൊ ഇത്ര നേരം ഇവിടെ നോക്കിയത് ഇപ്പൊ പഠിച്ചല്ലേ. ഇവിടെ ഇടയ്ക്കിട്ട് വന്നതുകൊണ്ടാണ് ചെയ്യിപ്പിക്കാതിരുന്നത്. പക്ഷെ കണ്ടു പഠിച്ചു പെട്ടത് അല്ലേ. നമുക്ക് ചേർത്ത് ചെയ്യാം. മനസ്സിലായോ? സംശയമൊന്നുമില്ലല്ലോ. ശരി, നമ്മളിപ്പോൾ ആദ്യം വലത് കൈയാണ് ചെയ്യുന്നത്. ചേർത്ത് 2 സ്റ്റെപ്പും കൂടി ചേർത്ത് ചെയ്യണം. നമ്മൾ ചെയ്യാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോവാണ്. കറക്റ്റ് ആയിട്ട് നിങ്ങളായി ലെഫ്റ്റ് സൈഡിലോട്ട് പോകണം. അപ്പം നമ്മൾ ഇങ്ങനെ രണ്ടേയും ചെയ്തോളൂ. 1 2 3 4 5 6 7 കുറച്ച് താഴ്ന്നു. 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ. പിടിക്കുകയാണ് കേട്ടോ. കണ്ടുപിടിച്ചെങ്കിൽ പിടിക്കുകയാണ്. നമുക്കിനി അടുത്ത സ്റ്റെപ്പ്, അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതേ സ്റ്റെപ്പ് തന്നെ. നമ്മൾ ഇനിയിപ്പം ആദ്യം നമ്മൾ വലത് കാലെടുത്തു, ഇനി നമ്മൾ ഇടത് കാലെടുത്തിട്ട് ഇതേപോലെ തന്നെ പോവാണ്. ആദ്യം നമ്മൾ പുറകോട്ടാണ് പോയത്, ഇനി നമ്മൾ ചെയ്യുമ്പോൾ മുന്നോട്ടാണ് വരേണ്ടത്. നമുക്ക് ചെയ്തു നോക്കാം. സ്റ്റെപ്പ് വ്യത്യാസമില്ല. ചെയ്തു നോക്കാമല്ലോ. ശരി, നമുക്കിനി ഇടത് കാലിൽ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ആദ്യം മുന്നിലോട്ട് വരുവാണ്. കൈ ഇത് തന്നെയാണ്. അപ്പം നമുക്ക് ചെയ്യാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 ഇത് നമ്മൾ ഇതിനെ ഫാസ്റ്റ് ആണ് ചെയ്യണം. നമ്മളിനി റൈറ്റിലോട്ടാണ് പോകണം. സ്റ്റെപ്പ് അത് തന്നെയാണ്. 2 കൈയും. ഓക്കെ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 നന്നായിട്ട് മനസ്സിലായ സംശയമൊന്നുമില്ലല്ലോ. ശരി, ഇന്ന് ഇത്രയും മതിയില്ലേ സ്റ്റെപ്പ്. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ പഠിച്ചുള്ളെങ്കിലും അത് നന്നായിട്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. ഇങ്ങനെ നമ്മൾ കുറേ സ്റ്റെപ്പ് പഠിച്ചൊരു കാര്യമില്ലല്ലോ. മനസ്സിലാക്കി പോകുന്നത് വളരെ സിമ്പിൾ സ്റ്റെപ്പാണ് ഇന്ന് എടുത്തത്. നമുക്കിന്ന് ക്ലാസ് മതിയാക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം.